ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4-ാം T20 മത്സരം ഇന്ന് ലക്നൌവിൽ വെച്ചാണ് നടക്കാനായിരിക്കുന്നത്. 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും മത്സരം വിജയിച്ച ഇന്ത്യ 5 മത്സര T20 പരമ്പരയിൽ 2-1 മുന്നിലാണ്. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ അവസാന മത്സരത്തിന് കാത്തുനിൽക്കാതെ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ലക്നൌ ഏക്ന സ്റ്റേഡിയത്തിൽ വെച്ച് വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പര പിടിക്കാൻ ഇന്ത്യ 4-ാം മത്സരത്തിനായി ഇറങ്ങുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് ശ്രദ്ധാകേന്ദ്രം. T20 ലോകകപ്പിന് തൊട്ടു മുൻപ് ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും മോശം ഫോമാണ് ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. ധർമ്മശാലയിൽ നടന്ന 3-ാം ഏകദിനത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടിയെങ്കിലും ഗില്ലിനും സൂര്യകുമാർ യാദവിനും ഫോം കണ്ടെത്താനായിരുന്നില്ല. ഗിൽ 28 പന്തിൽ 28 റൺസും സൂര്യകുമാർ യാദവ് 12 റൺസും എടുത്ത് പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിൽ 4-ാം T20യിൽ ടീം ഇന്ത്യ മാറ്റം വരുത്തുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ജിതേഷ് ശർമ്മയ്ക്ക് പകരക്കാരനായി സഞ്ജുവിനെ പ്ലേയിങ് ലെവലിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഓപ്പണിംഗ് റോളിൽ ശുഭ്മാൻ ഗിൽ തന്നെ തുടരും. 2 മാറ്റങ്ങളാണ് 4-ാം T20യുമായി ബന്ധപ്പെട്ട പ്ലേയിങ് ലെവൽ അപ്ഡേറ്റുകളിൽ പറയുന്നത്. ജിതേഷിന് പകരം സഞ്ജു എത്തുന്ന മാറ്റത്തെപ്പറ്റി പറയുമ്പോൾ 3-ാം മത്സരത്തിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിന്ന ജസ്പ്രീത് ബുംറ ഇന്ന് പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്തുമെന്നാണ് 2ാമത്തെ മാറ്റം. ബുംറ തിരിച്ചെത്തുമ്പോൾ ഹർഷിത് റാണയായിരിക്കും പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താകുന്നത്. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിങ് ലെവലിനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.